ഇന്ത്യ രാജ്യത്ത് ഭരണഘടനയ്ക്ക് മുകളിൽ 3 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഭരണഘടനയ്ക്ക് മുകളിൽ 3 പേരോ? അതെ, അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ പേരിൽ കേസെടുക്കാനോ കോടതിയിൽ പോകാനോ നടപടി എടുക്കാനോ ശിക്ഷിക്കാനോ അവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ അവരെക്കുറിച്ച് പരാതി പറയാനോ ഇന്ത്യ രാജ്യത്തൊരു ഇടമില്ല. അതിന് നിയമമില്ല. അങ്ങനെ മരണം വരെ ആ വിഭാഗത്തിൽപ്പെട്ട 3 പേര് സുരക്ഷിതരാണ്. നേരത്തെ ഞാൻ നിഷാ സോമൻ തെറ്റയിലെ ഒരു വീഡിയോ വിട്ടിരുന്നു. ആ വീഡിയോക്ക് മുമ്പുള്ളൊരു വീഡിയോ, അതിനെക്കുറിച്ച് പലരും ചോദിച്ചു, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം. പലരും ആവശ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ ഞാൻ ആ വീഡിയോ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആരാണ് ആ 3 പേര്, എന്തുകൊണ്ട് അവരെ തൊടാൻ പറ്റൂല, എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റൂല എന്നൊക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ നിഷാ സോമൻ തെറ്റിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കുറഞ്ഞ സമയം നമ്മൾക്കതൊന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം. നമ്മുടെ ഭരണഘടനയുടെ മുമ്പിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരേപോലെ ആയിരുന്നു. ഇവിടെ ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 3 പേര് ഭരണഘടനയ്ക്ക് മുകളിലാണ്. അവർ എന്ത് കുറ്റം ചെയ്താലും ഒരു കോടതിക്കും അവരുടെ മുകളിൽ കേസ് ചുമത്താൻ പറ്റില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എന്ത് കുറ്റം ചെയ്താലും, ഒരു കൊലപാതകം ചെയ്താൽ പോലും ഇന്ത്യയിലെ ഒരു കോടതിക്കും അവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് കള്ളമല്ല. നിങ്ങൾ കരുതുന്നത് പോലെ മോദിയും ഷായും ഒന്നുമല്ല അവർ. പിന്നെ ആരാണെന്നല്ലേ പറയാം. 2022 അവസാനം എത്തിയപ്പോഴേക്കും മോദിയും അമിത്ഷായും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു 2024 തെരഞ്ഞെടുപ്പിൽ അവർ വൻ പരാജയത്തെ നേരിടാൻ പോവുകയാണ് എന്ന്. ക്രിമിനൽ ബുദ്ധിയുള്ള അവരുടെ തലയിൽ തെളിഞ്ഞു വന്ന ഏക മാർഗം എന്തു വില കൊടുത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നതാണ്. അതിനവർ കണ്ടുപിടിച്ച കൂട്ടാളിയായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. 2023 മാർച്ചിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഇനി മുതൽ ഒരു നിഷ്പക്ഷ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുക്കും എന്ന്. അതായത് പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സെലക്ഷൻ കമ്മിറ്റി. ഇത് മോദിക്ക് ഒരു വലിയ തിരിച്ചടിയായി. ഈ കോടതി വിധിയെ മറികടക്കാൻ BJP സർക്കാർ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കാൻ തീരുമാനിച്ചു. ഈ ഗൂഢപദ്ധതി നടപ്പിലാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഒരു ഞെട്ടിക്കുന്ന ആവശ്യം അവർക്ക് മുമ്പിൽ വെച്ചു. 2024 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നടത്തിത്തരാം. പക്ഷെ ഈ തട്ടിപ്പിനിടയിൽ ഞാൻ ചെയ്യുന്ന ഏത് കുറ്റത്തിനും എനിക്ക് കേസുകൾ നേരിടേണ്ടി വരരുത്. ഒരു ശിക്ഷയും കിട്ടാത്ത രീതിയിൽ എനിക്ക് സംരക്ഷണം തരണം. തുടർന്ന് സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യത്തെ ചതിക്കാൻ മടിയില്ലാത്ത മോദി 2023 ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി. പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പാനലിൽ ഉൾപ്പെടുത്തും. അതായത് പ്രതിപക്ഷ നേതാവിനെ വെറും ഡമ്മിയാക്കി മോദി നിയമിച്ച ഒരു മന്ത്രിയും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കുമെന്ന്. ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന ഒരു ട്രസ്റ്റ്. ഈ നിയമത്തിനുള്ളിലൂടെ ക്ലോസ് 16 എന്ന ഒരു വ്യവസ്ഥ കൂടി അവർ ഒളിപ്പിച്ചു കടത്തി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാർ ഔദ്യോഗിക ചുമതല വഹിക്കുന്നതിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കോടതിക്കും സിവിൽ കേസോ ക്രിമിനൽ കേസോ എടുക്കാൻ സാധിക്കില്ല. അതായത് അവർ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ പോലും അവർക്കെതിരെ കേസ് ചുമത്താൻ രാജ്യത്തെ ഒരു കോടതിക്കും പറ്റില്ല എന്ന്. 2023 ഡിസംബറിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് ഇരുസഭകളിലും അവതരിപ്പിച്ചു. പാർലമെന്ററി കമ്മിറ്റിക്ക് പോലും വിടാതെ പാസാക്കാനായി വോട്ടിനിട്ട ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. പക്ഷേ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ സ്പീക്കർ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും കൂടി പ്രതിഷേധമുയർത്തിയ 141 പ്രതിപക്ഷ എംപിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് സഭയ്ക്ക് പുറത്തു നിർത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പുതിയ ബിൽ പാസാക്കി കൊടുത്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരായ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർമാർക്ക് പൂർണ്ണമായ ക്രിമിനൽ ഇമ്മ്യൂണിറ്റി ലഭിച്ചു. ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ രാഷ്ട്രപതിയുടെ ഒപ്പോടെ അത് നിയമമായി മാറി. അത്രയ്ക്ക് ധൃതി പിടിച്ചെടുത്ത ഭീതിപ്പെടുത്തുന്ന ഒരു അട്ടിമറി പ്ലാനിംഗ്. 2024 ജാനുവരി 2 ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ആ നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് 2024 മാർച്ചിൽ ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാളായ അരുൺ ഗോയൽ തന്റെ കൺമുമ്പിൽ നടക്കുന്ന ക്രിമിനൽ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കാനാകാതെ രാജിവെച്ചു. ഉടൻ തന്നെ മോദി തന്റെ 2 ഡമ്മികളെ കമ്മീഷണർ പദവിയിലേക്ക് നിയമിച്ചു. അട്ടിമറി ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി. അങ്ങനെയാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന നാടകം അരങ്ങേറുന്നത്. വ്യാജ വോട്ടുകൾ, തള്ളിയ നാമനിർദ്ദേശ പത്രികകൾ, തട്ടിപ്പ് വോട്ടേഴ്സ് ലിസ്റ്റുകൾ,
മോദിയുടെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് ക്രമീകരിച്ച തെരഞ്ഞെടുപ്പ് തീയതികൾ, അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും കൂടി എല്ലാം അതിവിദഗ്ധമായി മാനേജ് ചെയ്തു. പക്ഷെ ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ടും BJPക്ക് കിട്ടിയത് 240 സീറ്റുകൾ മാത്രം. അവർ വീമ്പ് പറഞ്ഞ് 400 സീറ്റ് എന്ന എണ്ണത്തിന്റെ 7 അയലത്ത് പോലും അവരെ എത്തിച്ചില്ല ജനം. ഏറ്റവും കൂടുതൽ ജനസമ്മതി ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് കടന്നുകൂടി, അതും വ്യാജ വോട്ടുകളുടെ പിൻബലത്തിൽ. വോട്ട് തട്ടിപ്പില്ലായിരുന്നെങ്കിൽ BJPക്ക് 180 സീറ്റ് പോലും കിട്ടുമായിരുന്നില്ല എന്നർത്ഥം. സുഹൃത്തുക്കളെ, ഇതാണ് സത്യം. രാജീവ് കുമാറും അയാളുടെ കൂട്ടാളികളായ 2 ഇലക്ഷൻ കമ്മീഷണർമാരും പൂർണ്ണമായ നിയമസംരക്ഷണം നേടുന്നു. രാജ്യം മുഴുവൻ ഈ മോഡൽ നടപ്പിലാക്കാൻ മോദി പിന്നീട് രാജീവ് കുമാറിനെ മാറ്റി ബീഹാർ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ തങ്ങളുടെ പങ്കാളിയായ ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചു. ഓർക്കുക, ഇവരെ കോടതികൾക്കൊന്നും തൊടാനാകില്ല. നാഴേക്ക് 40 വട്ടം യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു നടന്നിരുന്നവർ ഇന്ന് ഈ രാജ്യത്തുണ്ടായിരുന്ന യൂണിഫോം ക്രിമിനൽ കോഡ് മാറ്റി അവർക്ക് വേണ്ടത് നടത്തി കൊടുക്കുന്നവരെ അവർ ഈ രാജ്യത്തെ ക്രിമിനൽ നിയമത്തിന് പുറത്താക്കി. പക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ക്രിമിനൽ സംഘം ഒന്നോർക്കണം, ഈ തട്ടിക്കൂട്ട് നിയമം അവരെ ജനങ്ങൾ വിധിക്കുന്ന ശിക്ഷയിൽ നിന്ന് എല്ലാ കാലവും സംരക്ഷിക്കാൻ പോകുന്നില്ല എന്ന്. ഈ രാജ്യദ്രോഹം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിമിനൽ സംഘത്തിലെ ഓരോരുത്തരും ശിക്ഷിക്കപ്പെടണം. അവർക്കുള്ള വിധി കാലം കാത്തുവച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പിലാക്കപ്പെടും, ഉറപ്പ്. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. എന്നെയും നിങ്ങളെയും വെറും നോക്കുകുത്തികളാക്കി നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ അവകാശമായ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മോദിയും കൂട്ടാളികളും ചേർന്ന് തട്ടിയെടുത്തുവെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. ജയ് ഹിന്ദ്. ഇപ്പം മനസ്സിലായില്ലേ കൂട്ടരെ, 2024 ഇന്ത്യ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് എന്ത് സംഭവിച്ചു? വളരെ കൃത്യമായിട്ട് നിഷ സോമൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയൊക്കെ ജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാം. ജനാധിപത്യ രാജ്യത്താണിത്. ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്, ഇന്ത്യയിലെ പൗരന് എന്നെങ്കിലും ഭരണം മോശമായാലും ഭരണാധികാരി മോശമായാൽ നാളെ മറുപടി കൊടുക്കാനുള്ള ഏക അവകാശമാണ് നമ്മളെ കയ്യിലുള്ള, നമ്മുടെ ചൂണ്ടുവിരലിലുള്ള ആ വോട്ട്. ആ വോട്ട് പോലും തട്ടിയെടുത്തേക്കുക, പിടിച്ചു പറിച്ചേക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നായികക്ക് 40 വട്ടം ക്ഷേത്രത്തിലാണ് മോദി അമിത്ഷൊക്കെ ആ ഭസ്മൊക്കെ വാരി തേച്ച് കുങ്കുമം അണിഞ്ഞ് ഷാളണിഞ്ഞ് രാജ്യത്തെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ കയറി നിരങ്ങി. പിന്നെ പോരാത്തത് ധ്യാനം, 100 കോടി രൂപയോളം മുടക്കിയിട്ട് ക്യാമറകൾ ചുറ്റും വെച്ചിട്ട് ധ്യാനം ഒക്കെ ദൈവാരാധനയാണ്. എന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തി രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചേക്കുക, വോട്ട് തട്ടിയെടുത്തേക്കുക. അല്ലേ? ഉള്ളതാണ് ആലോചിക്കുകയാണ്. EVM അട്ടിമറി, വോട്ട് തട്ടിമറി. എന്നിട്ട് ലോക നേതാവ് 56 ഇഞ്ചിനകത്ത് ഇങ്ങനെ നടക്കുക. എന്നിട്ട് സംഘപരിവാറിൻ്റെ ആളുകളൊക്കെ പറയും ലോകം ആരാധിക്കുന്ന നേതാവാണ്. ലോകം ആരാധിക്കാൻ ഈ രാജ്യത്ത് ഇയാൾ എന്ത് ചെയ്തു? എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ഇയാൾ ചെയ്തത്? റോഡും പാലും ആളുകൾ പറഞ്ഞത്, റോഡും പാലും ഇതിൻ്റെ മുന്നില്ലേനോ? ഗുജറാത്തിൽ നിന്ന് മോദി വന്നത് റോഡും പാലും വഴിയല്ലേ? റോഡും പാലൊന്നും ഇല്ലാതെ മോദി 2014 ഗുജറാത്തിൽ നിന്ന് ഡൽഹിക്ക് വന്നത്. അന്ന് റോഡും പാലൊക്കെ അവിടെ അല്ലേ? കാലാകാലങ്ങളിലായിട്ട് വികസനത്തിന് മാറ്റം വരും, അത് സംശയമില്ല. ആ മാറ്റങ്ങളല്ലാതെ എന്താ നരേന്ദ്രമോദി അടിസ്ഥാനപരമായിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് BJP സർക്കാർ നരേന്ദ്രമോദി എന്ത് ചെയ്തു? ഇപ്പോൾ ഒരാഴ്ച മുന്നാണ് GST കുറക്കുന്നു, സാധാരണക്കാരായ ജീവിതങ്ങൾ, പട്ടിണിപ്പാവങ്ങളായ ജനങ്ങൾ ജീവിതത്തിലേക്ക് നരേന്ദ്രമോദിൻ്റെ ഫോട്ടോ കൊടുത്തണം എന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇതുവരെ ജനങ്ങൾ ജീവിച്ചില്ല. ആരെയും ആ ജനങ്ങളുടെ പേരിൽ ആ അമിത ഭാരം, അമിത നികുതി ആരടിച്ചേൽപ്പിച്ച്? നരേന്ദ്രമോദി തന്നെ. മൻമോഹൻ സിംഗ് സർക്കാർ ഇറങ്ങിപ്പോകുമ്പം 5% ഉണ്ടായിരുന്ന നികുതി 18 മുതൽ 22% വരെ നികുതി ആക്കിയതാരാ? ഈ നരേന്ദ്രമോദി. എന്നിട്ട് പിന്നെ ഒരു ഔദാര്യം, നികുതി കുറച്ചിരിക്കുന്നു, എല്ലാവരെയും നികുതി ഭാരത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് യുഗ പുരുഷനായിട്ട് പ്രത്യക്ഷപ്പെടുക. ഈ ജാതി തള്ളും PR വർക്കും. എവിടെയെങ്കിലും അമേരിക്കയിലൊക്കെ മോദി ചെല്ലുമ്പോൾ കാണാം എയർപോർട്ടിൽ മോദി 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 അതിങ്ങനെ നിൽക്കണേ, അമേരിക്ക എയർപോർട്ടിൽ. അപ്പോൾ നോക്കുമ്പോൾ ഈ മോദി അത് കൈയൊട്ടുമ്പോൾ ഓരോ പാസ്പോർട്ട് ഓരോ കയ്യിലുണ്ടാവും. അപ്പോൾ നേരത്തെ ഇന്ത്യയിൽ നിന്ന് കയറി വന്നതാ മോദി അത് കൈയൊട്ടാൻ. ഇനി മോദി വന്നു കഴിഞ്ഞാൽ ഇവരാണ് കയറി പോയി അതിനാണ് പാസ്പോർട്ട് കൈപ്പിടിച്ച് ചേർക്കുന്നത്. ആ രാജ്യത്ത് ജീവിക്കണവരാണെങ്കിൽ ഓരോ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മോദി 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 അമേരിക്കയിൽ കൈവിട്ടുക, ഇറ്റലിയിൽ കൈവിട്ടുക, ജർമ്മനിയിൽ കൈവിട്ടുക. എത്തിനാണ്? തിരക്കേടില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചേരി മറിച്ചേക്കുക.
അമേരിക്കൻ പ്രസിഡന്റൊക്കെ ഇന്ത്യ രാജ്യത്ത് വന്നപ്പോൾ ഈ ചേരി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് ചേരിയാണ് മറിച്ച് കിട്ടിയേക്കുക. എന്നിട്ട് കോടികൾ മുടക്കും പ്രതിമ ഉണ്ടാക്കാൻ, അല്ലേ? പ്രതിമ ഉണ്ടാക്കാൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. എന്തിന്? ദൈവങ്ങളെ വരെ കരുവാക്കിയില്ലേ? ദൈവവിശ്വാസമുള്ള ഒരാൾ ക്ഷേത്രത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് വന്നാണ് പിന്നെ ഇയായി ചെറ്റത്തരം ചെയ്യുമോ? ജനങ്ങൾ അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ട് കൃത്രിമമായിട്ട് തട്ടിയെടുക്കാൻ പരിശ്രമിക്കുമോ ഒരു യഥാർത്ഥ ദൈവവിശ്വാസി? ഇല്ല. അപ്പം നമ്മുടെ മുന്നിൽ പ്രകടമാക്കിയ ആ ദൈവവിശ്വാസം കപടം എന്തൊക്കെ സംശയം? അപ്പോൾ ഇത് മുഴുവൻ കള്ളന്മാരാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളന്മാരാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ആ കൊള്ളസംഘത്തിൻ്റെ തലവനാണ് നരേന്ദ്രമോദി എന്ന ഉസ്താദ്. ഭരിക്കാനുള്ള അധികാരം അയക്കില്ല, അതിനുള്ള സീറ്റ് അയാൾക്ക് കിട്ടിയിട്ടില്ല. അയാളെന്നെ ജയിച്ചിട്ടില്ല എന്നുള്ളത് വരും നാടുകളിൽ തെളിവ് സഹിതം പുറത്തു വരാൻ പോവുകയാണ്. എന്നിട്ട് ഇന്ത്യ ഭരിക്കുന്നതാരാ? തോറ്റ ഒരാൾ, അല്ലേ? നിങ്ങളൊന്നോട് ആലോചിച്ച് നോക്കിയാൽ. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കാൻ ശക്തമായൊരു പ്രതിപക്ഷം ഇവിടെ ഇല്ല. പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഐക്യത്തോടു കൂടി പ്രതിപക്ഷം നീങ്ങാൻ തയ്യാറല്ല. ഓരോ പ്രാദേശിക പാർട്ടികളാണ് ഓരോ സംസ്ഥാനത്ത്. ഓർക്കൊക്കെ ഓരോരോ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ അവർ ബലി കഴിക്കുന്നു. അതിൻ്റെ പേരിൽ തന്നെ ഈ പ്രതിപക്ഷം ഐക്യമില്ലാതെ പോകുന്നു. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ ശബ്ദമുണ്ടാക്കിയതിനാണ് 149ഓളം വരുന്ന പ്രതിപക്ഷ MP-മാരെ പാർലമെൻറ്റിനാണ് പുറത്താക്കിയ ചരിത്രത്തിൽ, അല്ലേ? രാഹുൽ ഗാന്ധിനെ പാർലമെൻറ്റിന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കണം ഈ രാജ്യത്ത് നടക്കുന്നതാണിത്. രാഹുൽ ഗാന്ധിനെ കൊല്ലാൻ പിഞ്ച, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെടിച്ച് കൊല്ലാനോ ഇന്ദിരാഗാന്ധിനെ രാജീവ് ഗാന്ധിനെയൊക്കെ കൊന്നതിൽ കൊല്ലാൻ പിയ്യ, പിന്നെ അതിൻ്റെ തരംഗത്തിൽ ഇവർ പുറത്തു പോകും. ഇല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ അട്ടിമറിച്ച് അധികാരം തുടർന്ന് പോവാം. 2034ക്കും 44ക്കൊക്കെ BJP ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പണി തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 24ലും 34ലും 44ലും ഒരു പുറത്തും പോണില്ല. അതൊരു വിധിയായി അതിന് കണക്കാക്കിയത്. നിങ്ങളോട് ആലോചിച്ച് നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി വോട്ടിംഗ് നോട്ട് രണ്ടാളെ കൊന്നാലും ഈ കമ്മീഷൻ്റെ പേരിൽ നടപടിയില്ല, കേസെടുക്കാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവരത് അങ്ങോട്ട് ആവശ്യപ്പെട്ടേക്കുക. ഒരു കേസും പേരിൽ വരാൻ പാടില്ല. ആ ബില്ല് അവിടെ പാസ്സാക്കിയേക്കുക നരേന്ദ്രമോദി അമിത്ഷയും കൂടി കണ്ടു. ഇതാണ് ഈ രാജ്യത്ത് നടന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കി. ഈ രാജ്യത്തെ ഇന്ന് തിരിച്ചു പിടിക്കാൻ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകേണ്ടിയിരിക്കുന്നു നമ്മൾ. അതിന് പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഒറ്റക്കെട്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ രാജ്യം നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.